ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി കണ്ടുപിടുത്തങ്ങളാണ് ശാസ്ത്രലോകം ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പുരാതന കാലങ്ങളിലെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന പുതിയ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. ഇറാനിൽ കഴിഞ്ഞ ദിവസം പുതിയൊരു അമ്പലത്തിന്റെ അവശിഷ്ടം കണ്ടുപിടിച്ചതുപോലെ നിരവധി സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ തന്നെ പുരാതന കാലങ്ങളിലുള്ള പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ജർമ്മനിയിലെ തിരക്കേറിയ ഒരു മാർക്കറ്റിൽ അവിടെ പഴകിയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ജർമ്മൻ പൗരന് അവിടെ നിന്ന് ലഭിച്ച മഞ്ഞ നിറത്തിലുള്ള 2 കഷ്ണം പേപ്പറാണ് ഇന്ന് ഇന്റർനെറ്റ് ലോകത്ത് പടർന്നു പിടിക്കുന്നത്. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭാരതി ലിപിയായ ദേവനാഗരിയിൽ എഴുതിയ പഞ്ചാംഗത്തിന്റെ പേജുകളാണ് ജർമ്മൻ പൗരനിൽ ലഭിച്ചിരിക്കുന്നത്. ഹാംബർഗിലെ മാർക്കറ്റിൽ നിന്നാണ് ഇത് ലഭിച്ചത്. ഇവ ലഭിച്ചതിന് പിന്നാലെ അമൂല്യ വസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം അത് റെഡിറ്റിൽ പങ്കുവെക്കുകയായിരുന്നു. ഹിന്ദിയോ സംസ്കൃതമോ ആണെന്ന് മനസ്സിലാക്കിയ അയാൾ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ സഹായം തേടി. വാരണാസിയിൽ അച്ചടിച്ച പഞ്ചാംഗത്തിന്റെ ഭാഗമാണ് ഇതെന്ന് ഉപഭോക്താക്കളിൽ അധികവും പറയുന്നു. 150-നും 180-നും വർഷത്തിനിടയിൽ പഴക്കമുള്ളതാണെന്നും അച്ചടിച്ചത് ഭാർഗവ പ്രസിലാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നു. പണ്ഡിറ്റ് നവൽ കിഷോർ ഭാർഗവയാണ് ഈ പ്രസിന്റെ ഉടമയെന്നും മിർസ ഖലീബ് എന്ന സിനിമയിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ടെന്നും സാമൂഹ്യ മാധ്യമത്തിൽ ചർച്ചകളിൽ പറയുന്നുണ്ട്. 5 തലമുറയ്ക്ക് മുൻപുള്ള ആളാണ് പണ്ഡിറ്റ് നവൽ ഭാർഗവെന്നും അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഇപ്പോഴും ലക്നൌവിലുണ്ടെന്നും പറയുന്നു. ഇന്ത്യൻ അവശേഷിപ്പുകൾ കാലങ്ങൾക്ക് മുൻപേ കടൽ കടന്നെത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ പഞ്ചാംഗം. ഇന്ത്യയുടെ ശേഷിപ്പുകളെ ഇന്നും ഓരോരുത്തരും കൃതജ്ഞതയോടെ സ്മരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇതിന്റെ ഉദാഹരണമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള നിരവധി കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രലോകം കണ്ടുപിടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാനിൽ കണ്ടെത്തിയ അമ്പലത്തിന്റെ അവശിഷ്ടങ്ങളും വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. മോസ്ഗാഡ് മ്യൂസിയത്തിൽ നിന്നുള്ള കുവൈറ്റ് ഡാനിഷ് സംഘം ഫൈലാഗ ദ്വീപിൽ ഒരു പുതിയ പുരാവസ്തു കണ്ടെത്താൻ നടത്തിയതായി നാഷണൽ കൗൺസിൽ ഫോർ കൾച്ചർ, ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു. അവിടെ വെച്ച് ഒരു അമ്പലത്തിന്റെ അവശിഷ്ടവും കണ്ടുപിടിച്ചിരുന്നു. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് വെങ്കലയുഗം മുതലുള്ള ദിൽമുൻ നഗാരികത മുതലുള്ള ഒരു ക്ഷേത്രമാണ് അന്ന് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് നിരവധി ചർച്ചകളും നടന്നു വരികയാണ്. ഇന്ത്യയുടെ പുരാതന ശാസ്ത്രലോകത്തെ പറ്റിയുള്ള ചർച്ചകൾ വഴിവെക്കുകയാണ്. നിരവധി ആളുകൾ മതങ്ങളെപ്പറ്റിയും ശാസ്ത്രങ്ങളെപ്പറ്റിയും വലിയ ചർച്ചകൾക്ക് വിധേയമാക്കുന്നുണ്ട്. ഇതെല്ലാം ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ വിശ്വാസത്തെയും ശാസ്ത്രത്തെയും ഒരുപോലെ പുരോഗതിക്ക് നയിക്കുന്നു എന്ന് പറയേണ്ടി വരും.